മെഡിക്കൽ കോളേജിൻ്റെ അതാണ് കാര്യം ആശുപത്രിയെ മെഡിക്കൽ സമർപ്പിക്കും. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം ഉണ്ണിസാർ പറഞ്ഞു. ഇപ്പം എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്? അവിടെ ഒരു താലൂക്ക് ആശുപത്രിയാണ്, മാനന്തവാടി താലൂക്ക് ആശുപത്രി. ഉമ്മൻചാണ്ടീൻ്റെ ഭരണസമയത്ത് വയനാട് കൽപ്പറ്റ ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു 50 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് മെഡിക്കൽ കോളേജ് പണിയാമെന്ന് തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം സ്ഥലത്തിൻ്റെ പ്രശ്നവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഒക്കെ പറയും. അതൊക്കെ സിറ്റിയിലുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ആ സംവിധാനത്തെ തച്ചുടച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ലാതെ അവിടെ ഇലക്ഷൻ നേരിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ജില്ലാ ആശുപത്രിനെ എന്ത് ചെയ്തു? ബോർഡങ്ങ് മാറ്റി, മെഡിക്കൽ കോളേജ് എന്നാക്കി. ഇതാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ്. ഒരു ദിവസം രാവിലെ സുപ്രഭാതത്തിൽ വന്നിട്ട് മെഡിക്കൽ കോളേജ് ആയതാണത്. അല്ലാതെ അവിടെ ഒരു അതിനുശേഷം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലല്ലോ. ഒരു സാധാരണ വേറെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മെഡിക്കൽ സംവിധാനങ്ങളുള്ള ഒരു ജില്ലേനെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയാണോ? ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ണിസാറെ മെഡിക്കൽ കോളേജിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആൾക്കാരെ റെഫർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ പറയുകയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജില്ലേ, വയനാട് മെഡിക്കൽ കോളേജുണ്ട്, നിങ്ങളത് കണ്ടിട്ട് വോട്ട് ചെയ്തോണം എന്ന് പറയാണ്. ഇന്ന് സോന പോളിൻ്റെ മകൾ പറയുന്ന കേട്ടില്ലേ, അവിടെ ഒരു സംവിധാനം 10:30 മണിക്ക് ആ മനുഷ്യനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ജനങ്ങൾക്ക് ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ആ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് അറിയാം. അവരത് വിശ്വസിക്കുന്നില്ല. ഇതിന് ചികിത്സ കൊടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണ്. കാരണം എന്താണ് ഉറപ്പാന്ന് പറയാൻ കാരണം എന്താ? ആ സംവിധാനങ്ങൾ അവിടെ ഇല്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ നോക്കുകയാണ്. എത്ര മണിക്കൂറാണ് കോയമ്പത്തൂർ ഹെലികോപ്റ്റർ? ചുരുങ്ങിയത് 1 മണിക്കൂർ വേണ്ടേ? വയനാട്ടിൽ വരുന്നു. അവിടെ വരുമ്പോഴാണ് അറിയുന്നത് ഈ സാധനത്തിൻ്റെ അകത്ത് പ്രതിനെ കൊണ്ടുപോകാനുള്ള ഈ രോഗീനെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ലയെന്ന് അറിയാണ്. ഹെലികോപ്റ്റർ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ആ സംവിധാനത്തിൽ മാനന്തവാടിയിൽ നിന്ന് ഒരു വണ്ടി റോഡ് മാർഗം ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിന് മിനിമം 3.5 മണിക്കൂർ 4 മണിക്കൂർ വേണം. അത് എത്ര സ്ഥലത്ത് കൂടെ വയനാട് ചുരം ഇറങ്ങുന്ന ചില്ലറ കാര്യമല്ല. മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ റോഡിൽ കൂടെ വളവും തിരിവുള്ള വയനാട് ചുരം ഇറങ്ങി കോഴിക്കോട് എത്തിക്കുക 4 മണിക്കൂറാണ്. മരിച്ചില്ലെങ്കിൽ അതിശയമുള്ളല്ലോ. എന്നിട്ട് പോകുന്ന വഴിക്ക് കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ കയറ്റുന്നു, താലൂക്ക് ആശുപത്രി തുടർ ചികിത്സ കൊടുക്കുന്നു, വൈത്തിരി താലൂക്ക് ആശുപത്രി കയറ്റുന്നു, അവിടെ തുടർ ചികിത്സ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവാണ്. എങ്ങോട്ടാണ് നമ്മൾ ഈ കൊണ്ടുപോകണേ? മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം 4.5 മണിക്കൂർ ആ മനുഷ്യൻ ജീവിക്കില്ല എന്ന് നമുക്ക് സാമാന്യം ബോധിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എത്ര പൈസ വേണം ഉണ്ണിസാറെ വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ? എത്ര പൈസയാണ് വയനാട്ടിൽ മെഡിക്കൽ കോളേജ്? എന്തുകൊണ്ടാണ് പണിയാത്തത്? അവിടെ വയനാട്ടിൽ മെഡിക്കൽ കോളേജ് ഒരു പണിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അതിന് സ്വാർത്ഥ താല്പര്യമുള്ള മറ്റുള്ള മുതലാളിമാർ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. വയനാട്ടിൽ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്, അറിയാവോ? മേപ്പാടി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട്. അതുള്ളതോടത്തോളം കാലം അവിടെ ഒരു മെഡിക്കൽ കോളേജ് വരില്ല. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? വയനാടിൻ്റെ മൂലയിൽ കൊണ്ടിട്ട് ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ സ്ഥലം എടുത്തിരിക്കുകയാണ്. എവിടെ? കണ്ണൂരിൻ്റെ ബോർഡറിൽ. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പണിയാൻ സംവിധാനം ഉണ്ടാക്കിയത് എവിടെയാണെന്ന് അറിയോ? കണ്ണൂരിൻ്റെ ബോർഡറിൽ. എവിടെയാണ്? കൽപ്പറ്റ എന്ന് പറയുന്നത് സെൻറ്ററാണ്, സിറ്റി. അത് ബത്തേരിയിൽ നിന്നാണെങ്കിലും മാനന്തവാടിയിൽ നിന്നാണെങ്കിലും വൈത്തിരിയിൽ നിന്നാണെങ്കിലും സിറ്റിയിൽ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലത്ത് പണിയാൻ പറ്റും. പണിയില്ല. ഏതോ അപ്പോൾ എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇത് ചെയ്യില്ല എന്നുള്ളതാണ്. മനുഷ്യനായ ജനങ്ങൾക്ക് രോഗം വന്ന എന്ത് ചെയ്യും? ഇപ്പോൾ കാട്ടാനെ ആക്രമണമല്ല, ഇപ്പോൾ കാട്ടാനെയോ പുലിയോ പിടിച്ചത് മാത്രമല്ല, ആക്സിഡന്റ് ഉണ്ടായാലും എങ്ങോട്ടാണ്? വന്യജീവി ആക്രമണത്തിന്റെ പരിഹാരമായിട്ടല്ല നമ്മൾ മെഡിക്കൽ കോളേജ് ഇല്ല. അവിടെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്. പിന്നെ ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് ബേസിക് നീഡാണ്. ഈ 2 നീഡിന് പൊളിറ്റിക്കൽ വില്ല് വേണം. അതൊരു പ്രയോറിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നില്ല ഇന്നത്തെ ഈ ജനവികാരം കണ്ടിട്ട് ഇനി ജനങ്ങൾ അടങ്ങിയിരിക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അത്രയധികം അതിശക്തി. Meet the editors.